അങ്ങനെ നോമ്പിന് വേണ്ടിയുള്ള തുടയ്ക്കലും തൂക്കലും വാരലും ഒക്കെ കഴിയാനുള്ള സമയമായിട്ടുണ്ട്. നോമ്പിന് മുമ്പത്തെ ദിവസം രാത്രി 12 മണിയായപ്പോഴാണ് കേട്ടോ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞത്. അവസാന ഘട്ടമായി കിച്ചൺ തുടയ്ക്കുന്ന പരിപാടിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കിച്ചണും കൂടെ തെറിച്ചിട്ട് പോയി കിടന്ന് സുഖമായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് അത്താഴത്തിന് വേണ്ടി താമസിച്ച് കിടന്നുകൊണ്ട് തന്നെ ആയിരിക്കാം ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. എണീക്കാൻ പോലും വയ്യായിരുന്നു. പിന്നെ ഞാൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് ഇങ്ങനെ നിൽക്കുവാണ്. ടൈമാണെങ്കിൽ ഇന്നലെ രാത്രി മുതൽ ഭയങ്കര ബഹളം. അവൾക്ക് നോമ്പ് പിടിക്കണമെന്നും പറഞ്ഞിട്ട് എനിക്കാണെങ്കിൽ സ്കൂളിൽ പിടിച്ച് വിടുന്നതിനോട് ഒരു മടിയുണ്ട്. അങ്ങനെ എന്തായാലും ഞാൻ എഴുന്നേറ്റ് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ പുറകെ വന്ന് നിൽക്കുവാണ് ഇമ. ഒന്ന് വിളിച്ചു പോലും ബുദ്ധിമുട്ടിപ്പിച്ചില്ല കേട്ടോ. അതാ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട്. രാത്രി ഇടയ്ക്കിടയ്ക്കൊക്കെ എണീറ്റിട്ട് സമയമായോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും വിളിച്ചെന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷേ എന്തായാലും തന്നെത്താനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇമ ഇറങ്ങി വന്നതിൻ്റെ തൊട്ട് പുറകെ തന്നെ അയാനും ഇറങ്ങി വന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് മേളിലോട്ട് രണ്ടുപേരെയും വിളിച്ചുണർത്തേണ്ട ആവശ്യം വന്നില്ല. പിന്നെ ഇന്നലെ തന്നെ പറഞ്ഞായിരുന്നു കഞ്ഞി മതിയെന്ന്, തൈര് കഞ്ഞി. അതുകൊണ്ട് രാത്രി തന്നെ ചോറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അതിനകത്തോട്ട് നിറയെ തൈരും പിന്നെ അച്ചാറും ഒക്കെ ആയിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കേട്ടോ. ഭയങ്കര ഇഷ്ടമായിരുന്നു. തൈര് കുറച്ച് കൂടുതൽ ഒഴിച്ചു കേട്ടോ. തണുപ്പൊക്കെ അല്ലേ ചെല്ലട്ടെ, ചൂട് സമയമല്ലേ എന്ന് വിചാരിച്ച്. അങ്ങനെ എന്തായാലും രണ്ടുപേരും കഴിച്ചു. അവരോട് ഞാനും ഇരുന്ന് കഞ്ഞി കുടിച്ചു കേട്ടോ. എനിക്ക് നോമ്പ് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇവർക്ക് രണ്ടുപേർക്കും അതിനോട് വലിയ താല്പര്യമില്ല. എനിക്കൊന്ന് ഉലുവായും ആ ഷാളിയൊക്കെ കിടക്കുന്നതുകൊണ്ടായിരിക്കാം. എന്തായാലും കഞ്ഞിയെല്ലാം കുടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വേഗം പോയി കുറേ വെള്ളം കുടിക്കും, നിറയെ വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ ഭയങ്കര ക്ഷീണമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അയിമ ഓടിപ്പോയി വെള്ളം എടുത്തുകൊണ്ട് വന്ന് കുടിയോട് കൂടിയാണ് കേട്ടോ. കുടിക്കുന്നുകൊണ്ട് വയറും തടവുന്നുണ്ട്. വയറ് നിറഞ്ഞ് പൊട്ടാറായി ഉമ്മച്ചി എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ വെള്ളം കുടിക്കുന്നത്. ആ സമയത്തല്ലേ നമ്മൾ ഈ ഭക്ഷണം കഴിക്കുന്നത്. നമുക്കിതൊന്നും ശീലമുള്ള കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചയെങ്കിലും എടുക്കും ഇതുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ട്. അങ്ങനെ എന്തായാലും 1 ഗ്ലാസ് 2 ഗ്ലാസ് വെള്ളമൊക്കെ അയിമ കുടിച്ചു കേട്ടോ. പയ്യെ ഇരുന്നിരുന്ന് അയാനോട് പിന്നെ പറയണ്ട. അവന് കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ പിടിച്ച് ശീലമുള്ളതുകൊണ്ട് അവൻ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അവൻ ലാവിഷായിട്ട് ഒരു കുപ്പി നിറയെ വെള്ളമൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. അവൻ്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷനില്ല കേട്ടോ. അവൻ സ്കൂളിലൊക്കെ പിടിച്ചുകൊണ്ട് പോയി ശീലമുള്ളതുകൊണ്ട്. പക്ഷേ അയിമയുടെ കാര്യത്തിലാണ് എനിക്ക് ടെൻഷൻ മുഴുവനുള്ളത്. എത്ര നേരം പിടിച്ച് നിൽക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ അത്താഴമൊക്കെ കഴിച്ചിട്ട് രണ്ടുപേരും ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ നീയത്ത് വെച്ച് കൊടുക്കണം. അങ്ങനെ ഓരോരുത്തരായിട്ട് അടുത്ത് വിളിച്ചിരുത്തി നീയത്ത് പറഞ്ഞു കൊടുക്കുവാണ്. അയിമ ഓടിച്ചെന്ന് പോയി തലയിൽ മഫ്താക്കി ഇട്ടുകൊണ്ട് വന്നു കേട്ടോ. ഉമ്മച്ചി തയ്ച്ചു കൊടുത്തതാണ് ഒരു പർദ്ദായും ഒരു മഫ്തായും കൂടെ. അപ്പോൾ ഉസ്താദിൻ്റെ അടുത്തൊക്കെ ഇരിക്കുമ്പോൾ ഓതാൻ വേണ്ടിയിട്ടാണ് തയ്ച്ചു കൊടുത്തത്. പക്ഷേ പുള്ളിക്കാരിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അയാൾ നീയത്തറിയാമെങ്കിലും ഞാനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ പുറകെ നിന്ന്. കാരണം കുറേ നാളായില്ലേ. അങ്ങനെ രണ്ടുപേർക്ക് നീയത്തൊക്കെ വെച്ച് കൊടുത്ത് ഓരോ ഉമ്മയൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം.